കടയ്ക്കാവൂർ മേഖലയിലേക്കുള്ള യാത്രാക്ലേശം രൂക്ഷമായി തന്നെ തുടരുന്നു. കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ KSRTC സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. മറ്റു പല റൂട്ടുകളിലും സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ കടയ്ക്കാവൂർ കായിക്കര വഴി വർക്കലയ്ക്കും, തിരുവനന്തപുരം ആറ്റിങ്ങൽ മേൽ കടയ്ക്കാവൂർ കടയ്ക്കാവൂർ വഴി ചിറയൻകീഴിലേക്കും, തിരുവനന്തപുരം ചിറയൻകീഴ് കടയ്ക്കാവൂർ വഴി അഞ്ചുതെങ്ങിലേക്കും 3 ഓർഡിനറി ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. വർക്കല അഞ്ചുതെങ്ങ് കടയ്ക്കാവൂർ ആറ്റിങ്ങൽ വഴി തിരുവനന്തപുരത്തേക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചറും, കാപ്പിൽ വർക്കല കടയ്ക്കാവൂർ ആറ്റിങ്ങൽ വഴി തിരുവനന്തപുരത്തേക്ക് 2 ഓർഡിനറി സർവീസുകളും, വർക്കല ക്ഷേത്രം നെടുങ്കണ്ട ആറ്റിങ്ങൽ വഴി വിഴിഞ്ഞത്തേക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചറുമാണ്, വർക്കല ആലങ്കോട് വഴി ഫാസ്റ്റ് പാസഞ്ചറുമാണ് ഉണ്ടായിരുന്നത്. വർക്കല ആലങ്കോട് വഴി കൊല്ലത്തേക്ക് ഒരു ഓർഡിനറി സർവീസും, കടയ്ക്കാവൂർ കൊല്ലം NH വഴി കടയ്ക്കാവൂർ പാലോട് സ്റ്റേ ബസ്, കടയ്ക്കാവൂർ പാങ്ങോട് റൂട്ട്, കടയ്ക്കാവൂർ മടത്തറ റൂട്ട്, കടയ്ക്കാവൂർ ആനത്തലവട്ടം വഴി തിരുവനന്തപുരം എന്നീ റൂട്ടുകളിലെല്ലാം കോവിഡിന് മുൻപ് സർവീസുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ബസ്സുകളിൽ മിക്കതും നല്ല വരുമാനമുള്ളതുമായിരുന്നു. സർവീസുകൾ കൂട്ടണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി തുടരുന്നത്. കടയ്ക്കാവൂർ അഞ്ചുതെങ്ങ് കായിക്കര നെടുങ്കണ്ട വിളഭാഗം നിലയ്ക്കാമുക്ക് മണനാക്ക് എന്നിവിടങ്ങളിലെ യാത്രക്കാർ തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലെത്താൻ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം തീരദേശം വഴി അഞ്ചുതെങ്ങിലേക്ക് KSRTC ഒരു സർവീസാണ് നടത്തുന്നത്. ഈ ബസ് അഞ്ചുതെങ്ങിൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരികെ പോകുന്നത്. കായിക്കര വരെ ഇതിന്റെ സർവീസ് നീട്ടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ദേശവൽക്കരണത്തോടനുബന്ധിച്ച് കടയ്ക്കാവൂരിൽ നിന്ന് നെടുമങ്ങാടേക്ക് 6 ബസ് റൂട്ടുകൾക്ക് പകരം ട്രാൻസ്പോർട്ടിന്റെ ഭാഗത്തു നിന്ന് ഒറ്റ സർവീസ് പോലും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതും യാത്രാക്ലേശം വർദ്ധിപ്പിക്കുന്നുണ്ട്. അടിയന്തരമായി നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിക്കാൻ അധികൃതർ തയ്യാറാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.